സർ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ അവതരിപ്പിച്ച 5ാമത് ബജറ്റ് ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മന്ത്രിക്കും സർക്കാരിനും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ബജറ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഭരണഘടനാ തത്വങ്ങളെ ചവിട്ടിമെതിച്ച് അർഹമായ സംസ്ഥാന വിഹിതം നിരസിച്ചും കടമെടുക്കാനുള്ള കേരളത്തിൻ്റെ ഭരണഘടനാ അവകാശത്തെ തകർത്തും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം സർവശക്തിയും സമാഹരിച്ച് പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കി ഉപയോഗിച്ച് കേരള ഗവൺമെൻറ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു, ആഭ്യന്തര വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം വാർത്തകളിലും വസ്തുതകളിലും മനസ്സിലാക്കിയതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ എക്സ്പ്രസും ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ കോവിഡിന് ശേഷം 10% താഴെ മാത്രമുണ്ടായ തനത് നികുതി വരുമാനം 22-23% ഉയർന്നു എന്നുള്ളത് വളരെ വസ്തുതയാണ്. 2020-21 മാത്രം 47,600 കോടി രൂപയും 2 വർഷം കൊണ്ട് 71,900 കോടി രൂപയിലും നമ്മൾ ആഭ്യന്തര തനത് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുക സാർ. ഏതാണ്ട് 51%. 2023-24 മാത്രം 70% വർദ്ധിച്ചു. ഇവിടെ ധനമാനേജ്മെൻറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ട് പെൻഷൻ ശമ്പളവും മുടങ്ങാതെ ജനങ്ങളിലെത്തിച്ചും സേവന മേഖലയിലും അതുപോലെ പശ്ചാത്തല മേഖലയിലും ഫണ്ടുകൾ ചെലവഴിച്ചും നമ്മുടെ ഗവൺമെൻറ് നവകേരള നിർമ്മിതിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർ, ഇപ്പോൾ 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി കേന്ദ്രം ഇവിടെ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. കേരളത്തിനോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം നമുക്ക് മനസ്സിലാകുന്നില്ല. കടുത്ത അവഗണനയാണ് കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി ഉണ്ടായത്. തങ്ങളുടെ അധികാരത്തിന് മുമ്പിൽ ഏറാൻ മൂളികളായി നിന്നാൽ വണങ്ങി നിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാം എന്ന സമീപനത്തിലാണ് ഈ കേരളത്തിനോട് കാണിച്ച അനീതി എന്ന് നമ്മൾ കണ്ടതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, തോരാത്ത കണ്ണീരും വിറങ്ങല്ലിച്ച മനസ്സുമായി ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുള്ളതാണ് ഈ കേരളത്തിലെ വയനാട്. 1 രൂപ പോലും തന്നില്ല. ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരെല്ലാം അക്കാര്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞതാണ്. 1 രൂപ പോലും തന്നില്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് അതിൻ്റെ ചെലവ് പോലും തിരിച്ചു കൊടുക്കണമെന്നൊരു വ്യവസ്ഥയല്ലേ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിനെ അവഗണിച്ചു. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര സാർ? വെറും 32,000 കോടി. 73,000 കോടി ലഭിക്കണമായിരുന്നു. ബീഹാറിനും ഡൽഹിക്കും നിങ്ങൾ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കിയിട്ടാണ് ബജറ്റിന് ഉപയോഗപ്പെടുത്തി നമ്മൾ കണ്ടു. സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ളൊരു ബജറ്റായി കേന്ദ്രം ഇവിടം വെച്ചു. ഊർജ്ജ മേഖലയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് മേഖല, വിദേശ നിക്ഷേപം 100%. ഞാൻ അതിലേക്കൊന്നും സൂചിപ്പിക്കുന്നില്ല സാർ. ഇവിടെ തൊഴിലുറപ്പ്, പാവപ്പെട്ട സാധാരണ മനുഷ്യർ, ഗ്രാമീണ ജനതയുടെ ഒരു ഉണർവുണ്ടാക്കുന്ന തൊഴിലുറപ്പ് മേഖലയെ പാടെ അവഗണിച്ചു കേന്ദ്ര ഗവൺമെൻറ്. നമുക്കൊന്നും തന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പോയി, എയിംസ് ഇല്ല, ഹെൽത്ത് എല്ലാം പോയി. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ച പോലെ കേരളം എന്നൊരു വാക്കുണ്ടോ സാർ കേന്ദ്രം അവതരിപ്പിച്ച ഈ ബജറ്റിനകത്ത്? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ റോജി ഉണ്ടോ? റോജി ഉണ്ട്. അതുപോലെ തന്നെ CN മഹേഷ് തുടങ്ങിയിട്ടുള്ള CR മഹേഷ് ഉൾപ്പെടെയുള്ള MLA മാർ ഇവിടെ പറഞ്ഞു, പട്ടികജാതി വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തോ? കിഫ്ബിയിൽ എന്തെങ്കിലും മാറ്റിവെച്ചോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു വിലാപമാണ് നമ്മൾ കേട്ടത് സാർ. നിങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫണ്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് 16.6% പട്ടികജാതി വിഭാഗങ്ങൾക്ക് 3.4% കേന്ദ്ര ബജറ്റിൽ മാറ്റിവെച്ചത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? പട്ടികവർഗ വിഭാഗങ്ങൾ 8.6%, 2.6% കേന്ദ്ര ബജറ്റിൽ മാറ്റിവെച്ചത്. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ട് ഈ കേന്ദ്രം നടത്തുന്ന ഈ നടപടിയെ സംബന്ധിച്ച് പ്രതിപക്ഷം അറിയാതെ പോകുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരന്വേഷിക്കുന്നില്ല. നോക്കൂ, അത് മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ആശ ഉൾപ്പെടെ സംസാരിച്ചതുപോലെ 2 മന്ത്രിമാർ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. മലയാളികൾക്ക് അപമാനമായ രീതിയിലാണ് സർ. പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കി പോയിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഈ ജാതിയിലൊന്നും ജനിച്ചാൽ പോരാന്നാണ് ആദ്യം പറഞ്ഞത്. ഉന്നത കുലജാതനായി ജനിക്കണം എന്നാ പറഞ്ഞു. ഇപ്പൊ സാർ, ഇന്ത്യയിലെ ഭരണഘടനയെ തൊട്ട് അധികാരത്തിൽ വന്ന ഒരു ജനപ്രതിനിധിയുടെ വാക്കുകൾ വരാൻ പറ്റുന്നതാണോ
ഈ കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്? എന്താ പറഞ്ഞത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയടക്കം അപമാനിക്കുന്ന രീതിയിലാണ് സാർ പറഞ്ഞത്. ഇവിടെ ഇന്ത്യയിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ, അവരുടെ വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരാണ് എന്ന നിലയിലല്ലേ സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വകുപ്പ് കൊടുക്കണത്രേ. അത് ഇദ്ദേഹത്തിന് അടുത്ത ജന്മത്തിന് ശേഷം പോകണമെന്നാ പറയുന്നത്. എന്ത് വിഭ്രാന്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഒരു ജനപ്രതിനിധി ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കേണ്ട ഭരണത്തിന്റെ ആളുകളല്ലേ ഇവർ? ഇവരുടെ സമീപനം ഇതാണ് നമ്മൾ കണ്ടതല്ലേ? ആ നിലയിലാണ് മന്ത്രിമാർ പറയുന്നത്. മറ്റൊരു മന്ത്രി ഇവിടെ പറഞ്ഞത് എന്താണ്? നോക്കൂ, ഈ കേരളം ഏറ്റവും പിന്നണിയിലാണെന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ മോശക്കാരാണെന്ന് പറയുക. ആർക്ക് വേണ്ടി? കേന്ദ്രത്തിന്റെ മുന്നിൽ അടിയറ വെക്കണമെന്നാ പറയുന്നത്. സാർ, ഈ കേരളത്തില് തല നിവർത്തി നടക്കാനാണ് പഠിപ്പിച്ചത്. നവോത്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ച് നമ്മൾ ഇന്ന് കാണുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് കാണുന്ന പോലെ തല താഴ്ത്തിയിട്ടല്ല സാർ. പാവപ്പെട്ട മനുഷ്യരെ തല ഉയർത്തി നിൽക്കാൻ, വീണെടുത്തുന്ന ഉയർന്നെണീക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകന്മാരുടെ നാൾ വഴികൾ ചികഞ്ഞു നോക്കിയാൽ ചരിത്രം പറയും. അത് ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ തിരഞ്ഞു നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ പോരെ? അതല്ല ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്. സാർ, ഇങ്ങനെ നമ്മുടെ നേട്ടങ്ങളെ അവഗണിച്ചുകൊണ്ടും മറച്ചു വെച്ചുകൊണ്ടുമാണോ നമ്മൾ ഈ കേരളത്തിൻ്റെ ലഭ്യമാകേണ്ട ഭരണഘടനാപരമായ അവകാശം വാങ്ങിയെടുക്കേണ്ടത്? നമ്മളിന്ന് നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട മുഴുവൻ എനിക്ക് മുമ്പ് സംസാരിച്ച MLA മാർ വളരെ വ്യക്തമായി പറഞ്ഞതാ. നമ്മളാരും പറഞ്ഞതില്ല. കേന്ദ്രം തന്ന സർട്ടിഫിക്കറ്റിനെ മടക്കി എടുത്തു വെക്കണം എന്ന് അവർ പറയുന്നത്. കേന്ദ്രം നൽകിയ സർട്ടിഫിക്കറ്റിന് ഈ ഗവൺമെന്റ് നൽകി, ഈ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകാരം നൽകിയതിനെ മടക്കി പോക്കറ്റിലിടണമെന്നാണ് ഒരു മന്ത്രി ഇവിടെ പോയിട്ട് ഡൽഹിയിൽ പോയി പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് വികസന സൂചികയിൽ ഉയർന്ന സ്ഥാനം നിൽക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമാണ് സാർ. ഇന്റർനെറ്റ് ലഭ്യത പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം, ട്രാൻസ്ജെൻഡർ നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം. ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ പഠനത്തിന്റെ ഭാഗമായി വർഗീയ കലാപമില്ലാത്ത ഇന്ത്യയുടെ ഏക സംസ്ഥാനം. ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി വിഹിതം നീക്കിവെക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം. എനിക്ക് മിസ്റ്റർ സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ അബ്രാഹ്മണർ നിയമനം ഭരണഘടനാപരമായിട്ടുള്ള റിസർവേഷനിലൂടെ 142 പേരെ നിയമിച്ചിട്ടുണ്ട്. അതിൽ 62 പേർ പിന്നോക്ക പട്ടികജാതിക്കാരാണ്. ഇദ്ദേഹം അംഗീകരിക്കുവോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് സാർ. ഞാൻ മറ്റു വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. പാവപ്പെട്ട മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗമനാത്മകമായ വികസനത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ ബജറ്റ് നമുക്കറിയാം സാർ. ഞാൻ എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം സാർ, നമുക്കെല്ലാവർക്കും അറിയാം, കോങ്ങാട് മധു കഥകളി ആചാര്യനാണ്. മണ്ണൂർ ചന്ദ്രൻ, അതായത് പാലക്കാടിൻ്റെ പൊറാട്ട് നാടകം, പരമ്പരാഗത ഒരു കലാരൂപമാണ് പൊറാട്ട് നാടകം. മണ്ണൂർ ചന്ദ്രൻ, അതുപോലത്തെ രാജകുമാരൻ ഉണ്ണി കർണാടക സംഗീതജ്ഞൻ, ഇവരെല്ലാം താമസിക്കുന്ന എൻ്റെ മണ്ഡലത്തിലാണ്. കോങ്ങാട്, മണ്ണൂർ, കേരളശ്ശേരി പഞ്ചായത്തുകൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആർട്ട് ഗാലറി ടൂറിസം കേന്ദ്രീകരിച്ച് ഉണ്ടാവണമെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മലയാള സിനിമയിലെ അഭിനയ രംഗത്തെ അതുല്യ പ്രഭയായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പ്രദേശം എൻ്റെ നാട് കേരളശ്ശേരിയിലാണ് സാർ. ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കലാപ്രതിഭകളെ വാർത്തെടുക്കാനുള്ള വേദിയാക്കി ശാസ്ത്രീയ സംഗീതം, വാദ്യോത്സവം, നൃത്തം, ഓട്ടംതുള്ള തുടങ്ങിയതൊക്കെ അഭ്യസിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ സ്മാരകം സാംസ്കാരിക കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രിയപ്പെട്ട മന്ത്രി തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പാലക്കാടിൻ്റെ തനത് കലാരൂപമായ പൊറാട്ട് നാടകത്തെ അന്യം നിന്ന് പോകാതെ കാത്തുസൂക്ഷിക്കാൻ വേദിയാവുന്ന ഒരു കേന്ദ്രം, പൊറാട്ട് നാടക ഗവേഷണ കേന്ദ്രം മണ്ണൂർ ആരംഭിക്കണം. എൻ്റെ മണ്ഡലത്തിലെ ഏക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പത്രിപ്പാല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ന്യൂ ജനറേഷൻ കോഴ്സുകളും ആരംഭിക്കാൻ തയ്യാറാവണം സാർ. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം ഇന്ന് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, കാഞ്ഞിരപ്പുഴ അണക്കെട്ട്, ശുരുവാണി, മീൻവല്ലം, വെള്ളച്ചാട്ടം തുടങ്ങിയ കോർത്തിണക്കിയ ഒരു ഇക്കോ ടൂറിസം ഹബ്ബ്
അതുപോലെ ഇന്ത്യയിൽ ആദ്യമായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. അത് കരിമ്പയിലെ മീൻവല്ലത്താണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വെള്ളച്ചാട്ടം അവിടെയുണ്ട്. ഒന്ന് ആറ്റിലെയും വട്ടപ്പാറയും. ഈ 2 പ്രദേശങ്ങളിലും മിനി ഹൈഡ്രൽ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പറളി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ കായിക ഭൂപടത്തിൽ പാലക്കാട് ജില്ലയെ രേഖപ്പെടുത്തിയതിൽ നമ്പർ 1 പറളിയാണ് സാർ. പറളിയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അതൊരു എയ്ഡഡ് മേഖലയാണ്, എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ കിഫ്ബിൽ ഉൾപ്പെടുത്തി 7.5 കോടി രൂപ ചെലവഴിച്ച് അതിമനോഹരമായ അത്യാധുനിക പരിശീലനത്തിന് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ പറളി പാലക്കാട് ജില്ലയിലെ ഒരു സ്പോർട്സ് അക്കാഡമി എന്ന നിലയിലുള്ള ഒരു സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടി പ്രിയപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.